നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. മാസപ്പടി കേസിൽ എന്തിനാണ് അന്ന് അതായത് തിരുവനന്തപുരത്തെ പ്രതിഷേധമായ പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ റെയ്ഡിനെത്തിയ അതേസമയം പിണറായിയിലെ വസതിയിലൊക്കെ എത്തിയിരുന്നു. പക്ഷേ എന്തിനാണ് കോഴിക്കോട് കോട്ടുള്ളിയിലെ മരുമകൻ മുഹമ്മദ് റിയാസ് എം എൽ എ വീട്ടിലെത്തിയതെന്ന് ഇപ്പോഴേതാണ്ട് ഒരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. വെറുതെ ഒന്നും കാണാതെ ചെയ്യില്ലല്ലോ. അതെ, മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബിസിനസ്സുകാരുമായ വ്യവസായികളുമായ കച്ചവടം ചെയ്യുന്ന ഒരു 3 പേരുടെ വീട്ടിൽ കൃത്യമായിട്ടുള്ള റെയ്ഡ് ഓഫീസിലും വീട്ടിലും റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വിശദാംശങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോഴിക്കോട് ഓർക്കണം, DTPC എന്ന് പറഞ്ഞാൽ അത് ടൂറിസം മന്ത്രിയുടെ കീഴിലാണ് അല്ലേ? ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കമ്മിറ്റി, കോഴിക്കോട് DTPC. ഈ DTPCയുടെ കോർഡിനേറ്ററായി നിയോഗിച്ചിരിക്കുന്നത് അന്ന് മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്. ഓരോരോ ഇടപാടുകൾ വരുന്ന വഴിയെ വൈദഗ്ധ്യമുള്ള ആൾക്കാരെ നിയമിക്കുന്നതിന് അതെ, വൈദഗ്ധ്യമുള്ള ആളുകളെ നിയോഗിച്ച് ആ DTPCയുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കി വരുമാനം ഉണ്ടാക്കുന്നതിന് പകരം സ്വന്തം സുഹൃത്തുക്കളെല്ലാം ഇഷ്ടപ്പെട്ട പോസ്റ്റിൽ കൊണ്ടിരുത്തി. അതും അന്ന് ടൂറിസം മന്ത്രിയായിരുന്നപ്പോഴാണ്. അപ്പോൾ അത് അധികമായി ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയും കൂടി നിഖിലിൻ്റെ ഫ്ലാറ്റിൽ ഒക്കെ വ്യക്തമായി കയറിയിരിക്കുന്നു. അത് വീണയുടെ ഡയറി കുറിപ്പുകൾ തന്നെയാണ്. നിഖിലിനെ മാത്രമല്ല മുഹമ്മദ് റിയാസിനെ പോലും ഇപ്പോൾ ഒറ്റിക്കൊടുത്തിരിക്കുന്നത് അല്ലേ? ശരിക്കും ഇത്തരമൊരു അവസ്ഥയിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് അവരുടെ പടിമതിയാക്കി പോയി കാണും, അവരുടെ ഈ റെയ്ഡും ഇതെല്ലാം അവർ അവസാനിപ്പിച്ച് പോയി കാണും എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഫയൽ മടക്കി എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ അല്ല. അവർ പുതിയ വഴികളിലേക്ക് തിരുവനന്തപുരം വിട്ട് മറ്റു വഴികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ, അത് ഈ കേന്ദ്ര ഏജൻസികളുടെ ഒരു രീതി അങ്ങനെയാണ്. ഇപ്പോൾ CBI, ED, NIA, ഇൻകം ടാക്സ്, ഇവരെല്ലാം അന്വേഷണം വളരെ ഈ പറഞ്ഞതുപോലെ പിന്നെ തണുത്ത് അയ്യോ ഇത് പോയി, ഇത് ചത്തു എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അറസ്റ്റൊക്കെ നടക്കുന്നത്. അത് അവരുടെ ഒരു രീതി അങ്ങനെയാണ്. അവർ നമ്മുടെ സാധാരണ സ്റ്റേറ്റ് പോലീസ് ചെയ്യുന്ന മാതിരി ഒരു പ്രതിയെ കിട്ടി അല്ലെങ്കിൽ ഒരു സംശയമുള്ള ഒരാളിനെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഭേദ്യം ചെയ്ത് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പറയുന്ന മൊഴികളെല്ലാം വെച്ചുകൊണ്ട് പിന്നെ അങ്ങനെ അതല്ല അവരുടെ രീതി. അവർ വളരെ ശാസ്ത്രീയമായിട്ട് തെളിവുകൾ ശേഖരിച്ച് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഒരു കള്ളവും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം അവരെ പൂട്ടും. അതാണ് EDയുടെയും NIAയുടെയും CBIയുടെയും ഒക്കെ രീതി. ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ED അന്വേഷണം വീണയെ 2 തവണ ചോദ്യം ചെയ്യാൻ വിളിച്ചു. അല്ലാതെ വീണയെ ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 തവണ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു ED. ഒരു തവണ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്തു. അത് 1 തവണയാണോ 2 തവണയാണോ എന്ന് സംശയമുണ്ട്. പിന്നെ വീണയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചു, ലോക്കർ തുറന്നു, തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിലെ HDFC ബ്രാഞ്ചിലെ ലോക്കർ തുറന്ന് പരിശോധിച്ചു. അപ്പോൾ ഈ ലോക്കറൊക്കെ തുറന്നപ്പോൾ നമ്മുടെ വീണയുടെ അച്ഛൻ, ബഹുമാന്യനായ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയൻ പറയുന്ന കേട്ടു, അവിടുന്ന് എന്തോ കിട്ടി എന്നൊക്കെ ചോദിക്കുന്നു കേട്ടു. അവർ വന്നത് എന്തെങ്കിലും അവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ടല്ല, വളരെ കൃത്യമായിട്ട് അവർ വന്ന് ആ ലോക്കർ തുറന്നപ്പോൾ അവർക്ക് മനസ്സിലായി അതിനും എത്ര ദിവസം മുമ്പേ ലോക്കർ ഏറ്റവും ഒടുവിൽ തുറന്നു, അന്ന് എത്ര മണിക്ക് ലോക്കർ തുറന്നു, അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ, ലോക്കറിൽ വെച്ചിരുന്ന എന്തെങ്കിലും സാധനം എടുത്തിട്ടുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അത് അവർക്ക് കിട്ടുകയും ചെയ്തു. അതിൻ്റെ വിവരങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്തു. എന്തുണ്ടായിരുന്നു എന്നുള്ളത് അറിയാനാണ് അവർ വന്നത്. അപ്പോൾ അതങ്ങനെ അങ്ങ് അന്വേഷണം മുന്നോട്ട് പോയി. അപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ 1 മാസമായിട്ട് ഇത് ചത്ത് കിടക്കുകയാണ്, മരവിച്ച് കിടക്കുകയായിരുന്നു. ഒരനക്കവും ഇല്ല. വണ്ടി വിളിച്ച് തിരിച്ചു പോയി. അവരെ എല്ലാവരും വിചാരിച്ചു ഇവർ ഇവിടുത്തെ ആക്രമണമൊക്കെ കണ്ടപ്പോൾ പേടിച്ചു പോയി. ഇനിയും കിട്ടിയാലോ എന്ന് വിചാരിച്ച് അവർ അന്വേഷണമൊക്കെ മടക്കി അവിടെ പിന്നെ നിർമ്മലാ സീതാരാമൻ ധനമന്ത്രിയോടും പിന്നെ അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും ഒക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഈ പണിക്ക് പറ്റത്തില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും നിയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് ഏത്തമിട്ട് മതിയാക്കി എന്നാണ് പൊതുവേ എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെ അല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. ഞാനിത് നേരത്തെ പറഞ്ഞതാണ്. അവരുടെ നീക്കങ്ങൾ പരമരഹസ്യമായിരിക്കും, വളരെ ആസൂത്രിതമായിരിക്കും. അവർ വളരെ തന്ത്രത്തിൽ ആയിരിക്കും അവർ നമ്മളെ ഈ പ്രതികളെ പൂട്ടുന്നത്.
നമ്മൾ കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തായിരുന്നു. ഇവിടെ ഇപ്പോൾ കൃത്യമായിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ മുമ്പൊരിക്കൽ ചർച്ച ചെയ്തതാണ്. അതായത് ഈ ഇലക്ഷന് മത്സരിക്കുമ്പോൾ നമ്മുടെ PA മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീണ തായ്ക്കണ്ടി, മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾ കൂടിയായ വീണ തായ്ക്കണ്ടിയുടെ സ്വത്ത് വിവരങ്ങൾ പരിപൂർണമായിട്ടും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചതാണ് ചർച്ചയിൽ. എനിക്കൊന്നും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം ആ വഴിക്ക് അത് അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്ക് സംശയമുണ്ട്. ഇവിടെ ഈ 2016 മുതൽ 2019-20 വരെ CMRൽ നിന്ന് ഏതാണ്ടെല്ലാം കൂടെ 2,78,00,000 രൂപയാണ് മൊത്തത്തിൽ മാസപ്പടിയായിട്ട് കിട്ടിയത്. 5 ലക്ഷം രൂപ വീണയ്ക്കും 3 ലക്ഷം രൂപ എക്സാലോജിക്കിനും വെച്ച് എല്ലാ മാസവും 8 ലക്ഷം രൂപ വീതം 36 മാസം, അത് 2,78,000 രൂപ എല്ലാം കൂടെ കിട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കിട്ടിയ പണം വീണയുടെ അക്കൗണ്ടിലേക്ക്, ഇത് വളരെ കൃത്യമായിട്ട് അക്കൗണ്ട് വഴി വന്ന പണമാണ്. അതുകൊണ്ടാണല്ലോ ഇത് ഇൻകം ടാക്സ് പിടിച്ചത്. ഇല്ലെങ്കിൽ ഇത് പിടിക്കില്ല. ക്യാഷായിട്ട് കൈ കൊടുത്തിരുന്നെങ്കിൽ ആരും അറിയത്തില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് അക്കൗണ്ട് വഴി വന്നു. അതിന് ഇൻകം ടാക്സിൻ്റെ ആദ്യത്തെ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഇൻ്ററിംഗ് സെറ്റിൽമെൻറ്റ് ബോർഡ് വന്നു. അവിടുന്ന് അത് SFIO അന്വേഷണത്തിലേക്ക് പോയി. ഷോൺ ജോർജ് കൊണ്ട് കേസ് കൊടുത്തു. SFIOയുടെ അന്വേഷണം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ED ഇതിനകത്ത് ഇറങ്ങിയത്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നുള്ള സംശയത്തിൽ ED ഇറങ്ങി അന്വേഷിക്കാൻ. ഇങ്ങനെ തൊട്ട് പോവുകയാണ്. ഈ ചങ്ങലയുടെ കണ്ണികൾ പോലെയാണ്. അപ്പോൾ ഇവിടെ ഈ 2016 മുതൽ അല്ലെങ്കിൽ 2017 മുതൽ 2020 വരെ കിട്ടിയ പണം, ഈ വീണയ്ക്ക് കിട്ടിയ അക്കൗണ്ടിലേക്ക് കിട്ടിയ പണം ഇത് ചെറിയ തുകയല്ല. 2,78,00,000 രൂപ എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. ഇതെങ്ങനെ ചെലവഴിച്ചു, ഇത് എന്താ പറയണ്ടേ, ഈ പണം എവിടെ സൂക്ഷിച്ചു, എങ്ങനെ ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ കൃത്യമായ ഉത്തരം കിട്ടണം. അത് അവരാദ്യം പിടിച്ചത് റിയാസിൻ്റെ സത്യവാങ്മൂലത്തിൽ ഇതുണ്ടോ എന്നുള്ളതാണ്. അവിടെ ഇതിനെക്കുറിച്ച് കാര്യമായ ഒരു പരാമർശവും ഇല്ല, ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പണം എങ്ങനെ, പിന്നെ അങ്ങനെ അക്കൗണ്ടിൽ കിടന്ന പണം എങ്ങനെയൊക്കെ ചെലവഴിച്ചു, ആ അന്വേഷണമാണ് റിയാസിൻ്റെ സുഹൃത്തുക്കളിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. റിയാസിൻ്റെ സുഹൃത്തുക്കളെ സംശയിക്കാൻ കാരണം വീണയുടെ ഡയറിയിൽ ഇവരുടെ പേരുകളുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ സുഹൃത്തുക്കളുടെ പേരുകൾ ഭാര്യയുടെ ഡയറിയിൽ വരുന്നതിനകത്ത് ഒരു അസ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ ED ചോദിച്ചത് എന്താ, ഇതാരാ ഇവരുടെ പേരുകൾ? നിഖിൽ, നന്ദുലാൽ, പിന്നെ അതുപോലെ ഒരു ഷൈജാസ്, ഫൈജാസ് എന്നൊക്കെ പറഞ്ഞവരുടെ പേരുകൾ 4 പേരുണ്ട് കേട്ടോ. ഈ റെയ്ഡ് നടന്നിരിക്കണം, ഞാൻ മനസ്സിലാക്കുന്നത് 3 അല്ല 4 പേരുടെ വീടുകളിലും 4 പേരുടെ സ്ഥാപനങ്ങളിലും റെയ്ഡ് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, ഈ റിയാസിൻ്റെ കോട്ടൂളിയിലുള്ള വീട്ടിലാണ് അന്ന് പരിശോധന നടന്നത്. ഇവിടെ റെയ്ഡ് നടക്കുമ്പോൾ, പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ റെയ്ഡ് നടക്കുമ്പോൾ റിയാസിൻ്റെ കോട്ടൂളിയിലുള്ള വീട്ടിലും വീണയുടെ പിന്നെ കണ്ണൂരുള്ള വീട്ടിലും ഒക്കെ പരിശോധന നടന്നിരുന്നുണ്ട്. അപ്പോൾ ഈ 4 പേരുടെയും വീടുകളിൽ ഇപ്പോൾ ED വളരെ പെട്ടെന്ന്, അതായത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എത്തിയത്. ഇവരുടെ ഈ ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ആട് കിടന്നിടത്തിന് പൂട പോലും കാണൂല, ഇത്രയും നാളായില്ലേ, ഇവരിതെല്ലാം ഒളിപ്പിച്ചെല്ലാം മാറ്റിക്കാണ്. ഇതൊന്നും എത്ര ഒളിപ്പിച്ചാലും ഈ EDയുടെയും CBIയുടെയും ഒക്കെ രീതി മറ്റൊന്നാണ്. അവർ വളരെ കൃത്യമായിട്ട് ശേഖരിക്കേണ്ട തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 പേരും നടത്തിയ നിരവധി സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അവരുടെ കൈവശം കൃത്യമായ രേഖകളുണ്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഇവരെ പരിശോധിക്കാനും ചോദ്യം ചെയ്യാനും വന്നിരിക്കുന്നത്. ഈ പരിശോധന എന്ന് പറയുമ്പോൾ ഇവരുടെ വീട്ടിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പിന്നെ സ്വർണവും രത്നവും ഒന്നും എടുക്കാനല്ല പരിശോധന. ഇവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ച് അതിൻ്റെ കാര്യങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കാനാണ് ഈ വരുന്നത്. ആരൊക്കെയാണ് ഈ ബന്ധപ്പെട്ടത്? അതെ, നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ പണം കിട്ടി, ഈ പണം നിങ്ങൾ ആർക്കൊക്കെ കൈമാറ്റം ചെയ്തു, ഏതൊക്കെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇതാണ് അവരുടെ ജോലി. അതവർ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്യും. അപ്പോൾ ഈ 4 പേരെ വഴിവിട്ട രീതിയിൽ ഇവർക്ക് പണം വന്നിട്ടുണ്ടോ,
അത് ഈ മുഹമ്മദ് റിയാസിൽ വഴിയാണോ വീണയുടെ ഈ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിൽ വന്ന ഈ AMCക്ക് വേണ്ടിയിട്ട് CMRL കൊടുത്ത 2,78,00,000 രൂപയിൽ നിന്നാണോ ഇവർക്ക് കിട്ടിയിരിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇവർ പറയേണ്ടി വരും. അവരെ കൃത്യമായിട്ട് തെളിവുകളടക്കം ആണ് അവരെ സമീപിച്ചിരിക്കുന്നത് ED. അപ്പോൾ ഇനി അവരുടെ വീടുകളിൽ വന്നു, അവിടെ ചില പരിശോധനകളൊക്കെ നടത്തി. ഈ പരിശോധന എന്ന് പറയുമ്പം എന്തെങ്കിലും ഒന്ന് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയല്ല, വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധനയാണ്. അതൊക്കെ അവർ വളരെ കൃത്യമായിട്ട് ചെയ്തു. ഇതിൽ 3 പേർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നിഖിൽ, നന്ദുലാൽ, അതുപോലെ ഷൈജാസ്, ഈ 3 പേർക്ക് വളരെ കൃത്യമായിട്ട് റിയാസുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ED സംശയിക്കുന്നത്. പൊതുവെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, രാവിലെ തൊട്ടേ ചാനലുകൾ, ബിഗ് TV അടക്കമുള്ള ചാനലുകൾ, എനിക്ക് തോന്നുന്നത് റിപ്പോർട്ടർ ഒഴിച്ച് ബാക്കി എല്ലാ ചാനലുകളും വളരെ കാര്യമായിട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ. ചെറിയ വിഷമമുണ്ട് ഈ റെയ്ഡിൽ. അവർക്കത് കൊടുക്കാൻ മറ്റേ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് പലരുടെ കുത്തി നറ്റിക്കുന്നതല്ല. അതുകൊണ്ടാണ് അവർ. അപ്പോൾ ബിഗ് TV ഒക്കെ പറയുന്നത് ഇത് ഇവർ ബിനാമികളാണ് എന്നൊക്കെയുള്ള സംശയം EDക്ക് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ബിനാമികൾ എങ്ങനെയാവും? മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അതെ, അല്ല ചാനലുകാർക്ക് പിന്നെ എന്തും പറയാം. അടുത്ത സുഹൃത്ത് ബിനാമി സുഹൃത്തുക്കള്. പക്ഷേ സുഹൃത്തുക്കളുമായിട്ട് കച്ചവടം ചെയ്യുന്ന മാത്രമല്ല, ഈ അടുത്ത സുഹൃത്തിനെയാണ് DTPCയുടെ പ്രൊമോട്ടറായിട്ട് വെച്ചത്, കോർഡിനേറ്ററായിട്ട് വെച്ചത്. ഈ കോർഡിനേറ്ററും പ്രൊമോട്ടറും ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ. ഇത് അപ്പോൾ അവിടെ പക്ഷപാതിത്വം, സ്വജനപക്ഷപാതമുണ്ട്, അഴിമതി അതിനകത്ത് നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരുപാട് കുഴപ്പങ്ങൾ അതിനകത്ത് നടന്നിരിക്കാൻ ഇടയുണ്ട്. 2021 മുഹമ്മദ് റിയാസ് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ അന്ന് കൊടുത്ത സത്യവാങ്മൂലത്തിൽ വീണയ്ക്ക് നമ്മുടെ കോട്ടുള്ളിയിലല്ല, വീണ തൈക്കണ്ടിക്ക് കണ്ണൂര് ഉള്ള സ്ഥലം, അതായത് കണ്ണൂര് പാതിരിയോട്, പാതിരിയോട് പിണറായി പാതിരിയോട് സ്ഥലമുള്ളത് 32/58 സ്ക്വയർ മീറ്റർ സ്ഥലമുണ്ട്. പിന്നെ വീണയ്ക്ക് തിരുവനന്തപുരത്ത് വീണയുടെ ഒരു വസ്തു, അതായത് രണ്ട് ഇടത്ത് വസതിയുണ്ട്. 2800 ചതുരശ്ര കിലോമീറ്ററും 3040 ചതുരശ്ര കിലോമീറ്ററും. പിന്നെ കോട്ടുള്ളിയിൽ 2800 ചതുരശ്ര കിലോമീറ്റർ. അത് റിയാസിന്റെ പേരിലാണ്. കോട്ടുള്ളിയിലെ വസതി. തിരുവനന്തപുരത്ത് 3040 ചതുരശ്ര അടി സ്ഥലമുള്ള 2 വസ്തുവുണ്ട്. അതിൽ ശരിക്കും അന്ന് മതിപ്പ് വില തിരുവനന്തപുരത്തെ വീണയുടെ വസതിക്ക് കൊടുത്തിരിക്കുന്നത് 1,28,00,000 രൂപയാണ്. കോട്ടുള്ളിയിൽ ഒരു 24 ലക്ഷം രൂപയുള്ളൂ. 24,56,000 രൂപയാണ് റിയാസിന്റെ വീട്ടിന്റെ അന്നത്തെ മതിപ്പ് വില, വിപണി വില. വീണയുടെ വസതിക്ക് 3000 സ്ക്വയർ ഫീറ്റ്, 3000 സ്ക്വയർ ഫീറ്റ് ഉള്ളതിന് 1,22,000 രൂപ അന്ന് 2021 മതിപ്പ് വില വെച്ചിട്ടുണ്ട്. ഈ 2020 1 ലക്ഷത്തിയാണോ 1 കോടിയാണ്? 1 കോടി, അതായത് 1,28,81,200 രൂപയാണ് അന്നത്തെ മതിപ്പ് വില വെച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞ അതുകൊണ്ടല്ലോ നമ്മുടെ 21 സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നു. 20 എക്സാലോജിക്ക് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ 26,000 രൂപ എന്താ അക്കൗണ്ടിലുള്ളൂ അല്ലേ? മാത്രമല്ല അത് നഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. അതെ, അതിനകത്ത് തന്നെ ഒരു കള്ളത്തരം. ഇത് 21 കൊടുത്തതാണ്. 20 അത് വൈൻഡപ്പ് ചെയ്തു. ഇത് 21 1,28,00,000 ആസ്തി വീണയ്ക്ക് തിരുവനന്തപുരത്ത് ആയി. EDക്ക് അറിയേണ്ടതാണ് ഈ 2,78,00,000 രൂപ നിങ്ങൾ എന്ത് ചെയ്യും? പക്ഷെ ഇപ്പോഴും ആർക്ക് കൊടുത്തു, എങ്ങനെ ചെലവാക്കി? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് ഒരാൾ നൽകിയ വാടകയ്ക്ക് താമസിക്കുകയാണ്. പക്ഷെ ഇവർക്കൂടെ സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. 3000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. അതിന് അന്നത്തെ ആസ്തി, അതായത് 5 വർഷം മുമ്പുള്ള ആസ്തി 1 കോടിയിൽ പരം രൂപയാണ്. അല്ല, അതൊക്കെ അവരെ സംബന്ധിച്ച് അവരെന്തുകൊണ്ട് ഇതെല്ലാം കണ്ടുകെട്ടാനുള്ള, ഇതിപ്പം വിറ്റ് മാറ്റിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. 2021 ഇപ്പൊ ഇതെല്ലാം അറ്റാച്ച് ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണല്ലോ. അത് കോടതിയിൽ പാതിരിയോടുള്ള സ്ഥലം, അതൊക്കെ വന്ന് റവന്യൂ അധികാരികളുമായിട്ട് വന്ന് അവർ സ്ഥലമൊക്കെ പരിശോധിക്കുകയും വേണ്ട കാര്യങ്ങൾ കൃത്യമായി നിർണ്ണയിച്ചിട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ EDയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് അവർക്ക് ഇത് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. ഇതിന് വേറെ കാര്യം ശ്രദ്ധിച്ചായിരുന്നു. അന്ന് ഇതേപോലെ മെയ് 18 VD സതീശൻ സർക്കാർ അധികാരത്തിലേറുന്നു. സർക്കാർ കയറിയാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 27-ാം തീയതി എന്തോ ആണ്, 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ റെയ്ഡ് നടക്കുന്നു. അന്ന് സർക്കാർ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ പ്രതികൾക്കെതിരെ കേസെടുത്തു. തത്സമയം പോലീസ് ഇടപെട്ട് അറസ്റ്റ് ചെയ്തു. അതെ, UDF അല്ല അറസ്റ്റ് ചെയ്തത്, പോലീസ്. തിരുവനന്തപുരം സിറ്റി പോലീസ്
അല്ല, അവർക്ക് അറിയാം ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഇ ഡി ആക്രമിച്ചിട്ട് പ്രതികൾ എവിടെ എന്ന് മേളിൽ നിന്ന് മുകളിൽ നിന്ന്, അതായത് ഡൽഹിയിൽ നിന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി പറയണം. അതെ, ഈ നമ്മുടെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ഡൽഹിയിലെ ഒരു സമരത്തിൽ. കുറേ എണ്ണത്തിൻ്റെ ഒരു സമരം ഉണ്ടല്ലോ, ആ സമയത്ത് കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചത്. ആ സമരത്തിൽ പങ്കെടുത്ത മറ്റു പലരും പല ആരോപണം ഉന്നയിച്ചു. TG മോഹൻദാസ് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിന് ഒരു ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ചെയ്ത് കോടതി ജാമ്യം കൊടുത്തു ആണല്ലോ. അതിനുശേഷം ഇപ്പോൾ ഇതാ VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം പറയുന്ന ചില നുണകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതൊരു അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു രാഷ്ട്രീയ നേതാവാകുമ്പോൾ ഒരുപാട് അനുയായികളാണ്. ഈ അനുയായികളുടെ മറ്റേ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടല്ല അദ്ദേഹത്തെ. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനും പറ്റില്ല. ഈ അണികൾ നേതാവെ എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് അണികളെ എന്ന് വിളിക്കുന്നത് പോലീസ് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ല. അങ്ങനെ പറ്റില്ല. എല്ലാം പ്രത്യേകിച്ച് VD സതീശൻ എന്ന അന്നത്തെ തിരക്കേറിയ പ്രതിപക്ഷ നേതാവിന് ഇതൊക്കെ വാങ്ങിച്ച് പ്രൊഫൈലൊക്കെ പരിശോധിക്കാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോ കഴിയുന്നു വരില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട്. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമാണോ? നമ്മൾ പറഞ്ഞല്ലോ, ഹെലികോപ്റ്റർ എടുത്ത് പോയി ഒരു വ്യവസായിയെ കാണാൻ അല്ലെങ്കിൽ ഒരു വ്യവസായ ടീമിനെ കാണാൻ കൊച്ചി പോയതാണ് എന്നൊക്കെ പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങളാണ്. ഹെലികോപ്റ്റർ ഇവിടെ എടുത്ത് വാടക എടുത്ത് ഇട്ടിരിക്കുകയല്ലേ. അതെ, അത് ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കണ്ടേ? ഇപ്പോൾ അതിനെക്കുറിച്ച് ഈ പ്രതിപക്ഷം, അതായത് പ്രതിപക്ഷം എന്ന് ഇപ്പോൾ പറയുമ്പോൾ പണ്ട് അത് കൈരളി TVയും ദേശാഭിമാനിയുമായിരുന്നു. ഇപ്പോൾ ഇത് റിപ്പോർട്ടർ കൂടെ ചേർന്നിട്ടുണ്ട്, റിപ്പോർട്ടർ ചാനൽ. കാരണം അവിടെ ആവശ്യമാണ്. കാരണം കൂട്ടുപ്രതിയാണ് മെസ്സി വരുമോ എന്ന വിഷയത്തിൽ ED അന്വേഷണം തുടങ്ങിയതിൽ കൂട്ടുപ്രതിയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകൾ, മാനേജ്മെൻറ്റ്. അപ്പോൾ ഒരു വിളി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അടുത്ത വീണ്ടും ED റെയ്ഡ് വരും. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിപ്പോകുന്നത് എപ്പോഴൊക്കെ VD സതീശൻ സർക്കാരിനെതിരെ ആരോപണം വരുന്നു അപ്പോഴൊക്കെ ED ഇറങ്ങുന്നുണ്ട്. അല്ല, അത് ഇനി നാളെ മുതൽ അല്ല, ഇത് എങ്ങനെയായിരിക്കും നാളെ ഇതിന്റെ ആഖ്യാനങ്ങൾ വരാൻ പോകുന്ന അങ്ങനെയായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, VD സതീശന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന സാധനമല്ല. VD സതീശന് അതിനകത്ത് ഒരു പങ്കുമില്ല. അതിനെ നിയന്ത്രിക്കാനും കഴിയില്ല. അതിപ്പോ ഞാൻ പറയട്ടെ, അവിടെ ഡൽഹിയിലിരിക്കുന്ന അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ പീയൂഷ് ഗോയലിനോ അല്ലെങ്കിൽ നിർമ്മല സീതാരാമനോ ഒക്കെ ഇപ്പോൾ ED കേരളത്തിലെ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ സഹസ്ര കോടികളുടെ അനധികൃത ഇടപാടുകളാണ് ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മമതയൊക്കെ സംബന്ധിച്ച് അറിയാമല്ലോ, 1000 കോടിക്ക് മേളിലാണ് അവിടുത്തെ കുഴപ്പങ്ങൾ നിൽക്കുന്നത്, സാമ്പത്തിക ഇതുകൾ. ഇവിടെ ഈ ചെറിയ തുക, ഈ കേസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനകത്ത് തലയിടാനുള്ള സമയവും കാണില്ല, അതിനുള്ള സൗകര്യവും കാണില്ല. അപ്പോൾ ഇതൊക്കെ EDയുടെ അന്വേഷണമായിട്ട് മുമ്പോട്ട് പോകുന്നു. അതിനകത്ത് ഈ പാവം VD സതീശനെയോ അല്ലെങ്കിൽ പറഞ്ഞ കേന്ദ്രത്തിലെ നേതാക്കളെ അവരൊക്കെ ഇതിനകത്ത് ഇടപെടും. ഇത് വലിയ വിവാദമൊക്കെ ആയി വരുമ്പോൾ അവരന്വേഷിക്കും, ഇടപെടും. അല്ലാതെ ദിവസവും ഉദ്യോഗസ്ഥരുടെ പുറകെ ഇങ്ങനെ ചാട്ടവാറുമായിട്ട് നടക്കുകയാണോ ഈ മന്ത്രിമാരും അല്ലെങ്കിൽ ഉയർന്ന അങ്ങനത്തെ പദവിയിലിരിക്കുന്ന ആൾക്കാരും? അല്ല. അപ്പം അതിലൊന്നും ഒരു കാര്യവുമില്ല. അതൊക്കെ ഇങ്ങനെ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ED കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ ചാനലുകൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇവർ മുഹമ്മദ് റിയാസിൻ്റെയും വീണയുടെയും ബിനാമികളാണോ എന്ന സംശയം EDക്കുണ്ട് എന്നാണ്. അത് നിവൃത്തി വരുത്താനാണ് ED അന്വേഷിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായ തെളിവുകളെല്ലാം ശേഖരിച്ചിട്ട് തന്നെയാണ് ED ഇറങ്ങിയിരിക്കുന്നത്. EDക്ക് അക്കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ED കൃത്യമായിട്ട് ഇല്ല, വെറുതെ ED വന്ന് ഒരാളിൻ്റെ അടുത്ത് വന്ന് ചുമ്മാ, നമുക്കറിയാം ഈ പോലീസ് കാടടച്ച് വെടിവെച്ച് അന്വേഷിക്കുന്നത് പോലെ അല്ല CBIയും EDയും ഒക്കെ അന്വേഷിക്കുന്നത്. അവർ വളരെ കൃത്യമായിട്ട് തെളിവുണ്ടെങ്കിൽ മാത്രമേ സംശയിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ പോവുള്ളൂ, അല്ലാതെ അവർ ആ വ്യക്തിയുടെ അടുക്കൽ പോവില്ല. ഈ നന്ദലാലാണ് DTPCയുടെ ഡെസ്റ്റിനേഷൻ കോർഡിനേറ്റർ. നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത സുഹൃത്താണ്. നിഖിൽ അവിടുത്തെ CPMൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. DYFയുടെ ജില്ലാ സെക്രട്ടറി. നിഖിലിൻ്റെ ഒരു കമ്പനിയുണ്ട്, സൊലൈസ്. അല്ല, ഇവർക്കെല്ലാം സ്ഥാപനങ്ങളുണ്ട്. നിഖിലിൻ്റെ DTPCയിലും നമ്മൾ നേരത്തെ പറഞ്ഞ DTPCയിൽ നിഖിലിൻ്റെ കാര്യമായ എൻ്റെ പ്രവർത്തനം കാര്യമായി പങ്കെടുത്തു. പിന്നെ സൊലൈസ് എന്നൊരു വ്യാപാര സ്ഥാപനമുണ്ട്. DYFI ജില്ലാ സെക്രട്ടറി ആയിരുന്ന നിഖിൽ എന്ന മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്ത് പിന്നീട് ബിസിനസ്സിലേക്ക് തിരിയുകയായിരുന്നു. അപ്പം അതിൻ്റെ അർത്ഥം പാർട്ടി പ്രവർത്തനമെല്ലാം മതിയാക്കി അല്ലേ? അതാണ് ED അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം എവിടെ നിന്ന് കിട്ടി, അതിന്റെ കൃത്യമായ ഉത്തരം എങ്ങനെ ഒരു ഇടത് രാഷ്ട്രീയ പ്രവർത്തകൻ ബിസിനസ്സുകാരനായി എന്നുള്ളതാണ്. എങ്ങനെ പെട്ടെന്ന് മാറി എന്നുള്ളത് അതൊക്കെ എത്രയോ വർഷങ്ങളായി അതെല്ലാം മാറിയിട്ട്. ഇവിടെ ഇപ്പോൾ പാർട്ടിക്കാരെല്ലാം ബിസിനസ്സുകാരാണ്.
നമ്മൾ പറയുന്ന പോലെ പഴയ കാലത്ത് അല്ലാതെ CPM മാത്രമല്ല, കട്ടൻ ചായയും പരിപ്പൂടയും അതെ. കട്ടൻ ചായ കുടിച്ചും പരിപ്പൂട തിന്നും രാഷ്ട്രീയം വളർത്തിയ കാലമല്ല ഇത്. അത് ഉണ്ണിയപ്പം കഴിച്ചവരും ഉണ്ണിയപ്പം കഴിച്ചു കിടന്നവരും പിന്നെ അതെ അതെ കോൺഗ്രസ്സുകാരും ഒക്കെ എല്ലാവരും BJPക്കാരും കോൺഗ്രസ് അതെ ഇവർക്കെല്ലാം ബിസിനസ്, എല്ലാവർക്കും ഒരു തരത്തിലല്ല, അല്ലെങ്കിൽ ഒന്നുകിൽ റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ല ഇല്ലെങ്കിൽ മണൽ ബിസിനസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വസ്തു കച്ചവടം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഈ ചെറിയ ചെറിയ ഇടപാടുകൾ, അല്ലെങ്കിൽ ഒരു ചാരിറ്റി NGO അതെങ്കിലും കാണും, ഒക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ നമ്മൾ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ആ കാര്യത്തിൽ വെള്ള പൂശാൻ നിൽക്കണ്ട. എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെയുള്ള ഇടപാടുകളുണ്ട്. ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ED അന്വേഷിക്കുന്നത് ഇവർക്ക് റിയാസുമായിട്ടും വീണയുമായിട്ടും എന്താണ് ബന്ധം, ഈ പറഞ്ഞ പോലെ മാസപ്പടി കിട്ടിയ തുക ഇവരിലൂടെയാണോ ചെലവഴിച്ചിരിക്കുന്നത്, ഇവരിലൂടെ അത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണോ, ഇതൊക്കെയാണ് ED അന്വേഷിച്ചത്. കർത്തയുടെ ശശിധരൻ കർത്തയുടെ ബി ടീമാണ് ഇവരൊക്കെ. നന്ദലാലും നിഖിലും ഒക്കെ ഷൈജാസും ഒക്കെ ശശിധരൻ കർത്തയുടെ CMRL ബി ടീമാണോ, അതായത് CMRL പണം വീണ വാങ്ങി നമുക്ക് കൊടുത്തതാണ്. ED തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. നമുക്ക് കാത്തിരിക്കാം. അതെ.